ആ ഹീറ്റർ എ ഹീറ്റർ ബി എന്ന് പറയുന്ന കോളത്തിന്റെ താഴെ 3 1 2 3 4 ഡോട്ട് ഇട്ട് 4 ചോദ്യങ്ങൾ കണ്ടോ? Why does the heater having low resistance get heated more? Why does the heater having low resistance? എന്തുകൊണ്ടാണ് കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള ഹീറ്ററിന് കൂടുതൽ ഹീറ്റ് കിട്ടിയത്? Why does എന്തുകൊണ്ടാണ് the heater having low resistance റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്ററിന് get heated more? എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഒന്നാമത്തെ ഉത്തരം എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് കുറഞ്ഞതിന് ഹീറ്റ് കൂടുതൽ കിട്ടി? ഹായ് പറയാമോ? ഇപ്പൊ നോക്കിയേ, എച്ചിന്റെ ഇക്വേഷൻ എന്നാ? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നല്ലേ? ഹലോ, റിപ്ലൈ ചെയ്ത ആരെങ്കിലും? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നാണല്ലേ? അപ്പം 6 കുറഞ്ഞു, 6 ഡിക്രീസ് ചെയ്തു, അതിന് ഹീറ്റ് കൂടി. ശരിക്കും പറഞ്ഞാൽ ഡയറക്ട്ലി പ്രപ്പോർഷൻ അല്ലേ? ഇവിടെ 4ന് പകരം 10 കൊണ്ട് ഗുണിച്ചാൽ എച്ചും കൂടും. പക്ഷെ നോക്കിയേ, രണ്ടിന്റെ വോൾട്ടേജ് സെയിമാ അല്ലെ? 230 വോൾട്ട് ആയിരുന്നു ഹീറ്റർ എയ്ക്കും, ഹീറ്റർ ബിക്കും 230 വോൾട്ടേജ് ആയിരുന്നു. അപ്പൊ വോൾട്ടേജ് സെയിം ആണെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. എങ്ങനെയാണ്? വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് കേട്ടിട്ടില്ലേ? ഓംസ് ലോ. ഓംസ് ലോ അനുസരിച്ച് വോൾട്ടേജ് 230 രണ്ടിനും. അപ്പം ഒരെണ്ണത്തിന്റെ റെസിസ്റ്റൻസ് 1150 ഓമ, ഐ ഇൻറ്റു ആദ്യത്തെ കോളത്തിൽ കിടക്കുന്നത്. രണ്ടാമത്തതിന്റെ വി 230 ആണ്, കറണ്ട് അവിടെ കിടക്കട്ടെ, റെസിസ്റ്റൻസ് 460 ഓമ. ഇപ്പൊ നോക്കിയാൽ ഈ വശം ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടിയാൽ അതിന് കിട്ടിയ കറണ്ടിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ടായിരുന്നല്ലോ? ഇല്ല, വി സ്ക്വയർ ബൈ ആറിന്റെ. റെസിസ്റ്റൻസ് കൂടി, ഇപ്പൊ വി ബൈ ഐ ഈക്വൽ ടു വി ബൈ ആർ കാണാം. 230 ബൈ 1150. ഐ ഈക്വൽ ടു 230 ബൈ 1150. ഇവിടെ ഐ ഈക്വൽ ടു 230 ബൈ 460. ഇവിടെ താഴ്ച സംഖ്യ ചെറുതാണെങ്കിലല്ലേ ഐ കൂടുന്നത് അല്ലേ? അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? രണ്ടിന്റെയും ന്യൂമറേറ്റർ അല്ലെ മുകളിൽ കിടക്കുന്നത് 230. ഇപ്പൊ 230 ബൈ 1150 ആണെങ്കിൽ അത് 0.2. ഇനി 230 ഡിവൈഡഡ് ബൈ 460 ആണെങ്കിൽ അത് 0.5. അപ്പൊ നോക്കി, ഇതിന് ഏതിനായിരിക്കും കറണ്ട് കൂടുതൽ? റെസിസ്റ്റൻസ് കുറഞ്ഞ ഇത് എ, ഇത് ബി. റെസിസ്റ്റൻസ് കൂടിയ ഇവനാണോ കറണ്ട് കൂടുതൽ? റെസിസ്റ്റൻസ് കുറഞ്ഞ ബിക്കാണോ കറണ്ട് കൂടുതൽ? ആൽബിൻ, ബിക്കാണ് കറണ്ട് കൂടുതൽ അല്ലേ? അപ്പൊ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലായി, എങ്ങും എഴുതി വെച്ചിട്ടില്ല പുസ്തകത്തിൽ. ഈ ഒരു ഐഡിയ എന്ന് വേണം നമ്മൾ ഉണ്ടാക്കാൻ. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ, ഇങ്ങനെ ഞാൻ ആരാ വരച്ചത്? കുറഞ്ഞാൽ എന്നാ കേട്ടോ. കറണ്ട് കൂടും. ദാറ്റ് മീൻസ് when resistance decreases, current increases. When resistance decreases, current increases. അങ്ങനെയെങ്കിൽ ഹീറ്റ്, കറണ്ട് കൂടിയതിനല്ലേ ഹീറ്റ് കിട്ടണേ? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. കറണ്ടിന്റെ സ്ക്വയർ ആണല്ലേ ഹീറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ കറണ്ട് കൂടിയ 0.5ന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പം കറണ്ട് കൂടിയാല്, കറണ്ട് ഇപ്പൊ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. കറണ്ടിന്റെ സെക്കൻഡ് പവർ അല്ലെ കറണ്ടിന്റെ സ്ക്വയർ ആണ് നമ്മൾ ഹീറ്റിന്റെ ഇക്വേഷനിൽ ജൂൾസ് ലോയിൽ ഉപയോഗിക്കുന്നത്. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് കുറഞ്ഞ വയറിന് കൂടുതൽ എച്ച് കിട്ടുന്നത്. അപ്പൊ എന്തൊക്കെ എഴുതണം ഉത്തരത്തില്?
the wire or heater which has low resistance has large current. Then by Joule's law, H is equal to I square R. So when current increases, heat increases. അത്ര എഴുതിയാൽ പോരെ ഉത്തരമായിട്ട്? പറഞ്ഞ മനസ്സിലായോ? Resistance, when resistance decreases, ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ അതിലൂടെ പെട്ടെന്ന് കറണ്ട് ഒഴുകുമെന്ന് സാധാരണ രീതി ഓർത്താലും മതി. കറണ്ട് ഫ്ലോ ഇൻക്രീസസ്. Then by Joule's law, H is equal to I square RT. So current increases. Therefore, current കൂടും നമ്മൾ ഇവിടെ എഴുതി. Increase in current square അല്ലേ എടുക്കുന്നത്. So increase in current produce large heat. Capital വേണ്ട, large heat. റോസ്മേരി പറഞ്ഞ എന്നാ മനസ്സിലായെന്ന്? റെസിസ്റ്റൻസ് കുറയുമ്പം കറണ്ട് കൂടും. How do the resistors bring about a change in the current in the circuit? അതിന് മുകളിൽ find out the current in the heater A and B. രണ്ടെണ്ണത്തിലൂടെ ഒഴുകുന്ന കറണ്ട് കമ്പയർ ചെയ്യുക. അതല്ലേ ഞാൻ ഈ ചെയ്തു തന്നത്. ഹീറ്റർ എയുടെ വോൾട്ടേജ് എത്രയാ? ഹീറ്റർ എ കോളത്തിൽ നോക്കിയേ, ഹീറ്റർ എയുടെ കോളം നോക്കിയേ. ഹീറ്റർ എയുടെ കോളത്തില് വർക്കിംഗ് വോൾട്ടേജ് V230, 6150, 1150 ohm. Then I is equal to V is equal to I into R ആണ്. So I is equal to V divided by R, that is equal to 230 divided by 1150. ഇനി ഹീറ്റർ ബിയുടെയോ? ഹീറ്റർ ബിയുടെ വോൾട്ടേജ് സെയിം തന്നെ, 230 വോൾട്ട്. റെസിസ്റ്റൻസ് R is equal to 460 ohm. Then V is equal to I into R, I equal to V by R, that is equal to 230 divided by 460. That is equal to 0.5. This is 0.2. കറണ്ടിന്റെ യൂണിറ്റ് എന്നാ? ആർദ്ര. കറണ്ടിന്റെ യൂണിറ്റ് എന്നാ? റോസ്മേരി, കറണ്ടിന്റെ യൂണിറ്റ് എന്നാ? അറിയില്ല. ബിയോൺ, കറണ്ടിന്റെ യൂണിറ്റ്? ആംപിയർ. ഓക്കെ, 0.2 ആംപിയർ, 0.5 ആംപിയർ. അപ്പം വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരുന്നു അല്ലേ? മുകളിൽ നോക്കി, വോൾട്ടേജ് രണ്ടിലും കോൺസ്റ്റന്റ് ആയിരുന്നു. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ സെന്റൻസ്. റെസിസ്റ്റൻസ് കുറഞ്ഞതിന്, ഇതിന് 460. റെസിസ്റ്റൻസ് കുറഞ്ഞതിന് കറണ്ട് കൂടുതലായിരിക്കും. When resistance decreases, current increases. എഴുതിയെടുക്കാവോ? ഈ ആൻസർ നിങ്ങൾ എഴുതിയെടുത്തോ? ഹരിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ ഹരിച്ചാൽ ഒത്തിരി സമയം എടുക്കും. അന്ന് ഹരിക്കാൻ വേണ്ടി ചെയ്യിപ്പിച്ചിട്ട് സമയം പോയതുകൊണ്ടാണ് ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഹരിച്ച ആൻസർ എനിക്ക് ഗ്രൂപ്പിൽ അയച്ചു തരണം. ഉത്തരം എഴുതി തന്നിട്ടുണ്ട്. ഈ ഉത്തരം കിട്ടിയിട്ട് കേട്ടോ. എഴുതിയെടുത്ത് കഴിയുമ്പം പറ കേട്ടോ. നെഹ, എഴുതി കഴിയുമ്പം പറയണം. പക്ഷെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കുക, അതുകൊണ്ടാ കേട്ടോ.
arrangement of resistors. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ അങ്ങ് പറഞ്ഞുതരാം. അപ്പൊ വളരെ എളുപ്പമായിരിക്കും. ഇപ്പൊ ഞാനൊരു എൻ്റെ 2 റെസിസ്റ്റർ ഉണ്ട്, R1 R2. R1 എന്ന് പറയുന്നത് 5 ഓമും R2 എന്ന് പറയുന്നത് 10 ഓമുമാണ്. എന്നാൽ ഇതിനെ എനിക്ക് എങ്ങനെയൊക്കെ ഘടിപ്പിക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒന്ന് സീരീസ് അല്ലെങ്കിൽ നമ്മൾ ശ്രേണി എന്ന് പറയും. നീളപ്പാട് 2 എണ്ണം, 5 ഉള്ള ഒരെണ്ണോ 10 ഉള്ള ഒരെണ്ണോ ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ പാരലൽ എന്ന് പറയും, സമാന്തരമായിട്ട് ഒരെണ്ണം ഇങ്ങനെ ഇരിക്കും, R1 R2 ഇങ്ങനെ അതിന് പാരലായിട്ട് ഇങ്ങനെ വരും. ഇതാണ് റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷൻ. ഒരു സെക്കൻഡേ. ഹലോ. ഇപ്പൊ റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ എടുത്തായിരുന്നു ഒരെണ്ണം 5 ഓമും ഒരെണ്ണം 10 ഓമും. ഇവിടെ നമ്മൾ എടുത്തു ഒരെണ്ണം 5 ഓമും ഒരെണ്ണം 10 ഓമും. അപ്പൊ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഇപ്പൊ 2 റെസിസ്റ്റൻസ് സീരീസ് ആയി കൊടുത്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ അത് കൂട്ടിയാൽ മതി. R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. രണ്ടും പാരലൽ ആണെങ്കിൽ 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഇവിടെ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, തെറ്റിപ്പോകാതെ. ഇനി R ഈക്വൽ ടു R1 പ്ലസ് R2 ഇവിടെ തന്നിരിക്കുന്നത് എത്രയൊക്കെയാ ആൽവിൻ? 5 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഓം. ശരിയല്ലേ? ഇനി ഇവിടെ എത്രയാ? 1/R ഈസ് ഈക്വൽ ടു 1/5 പ്ലസ് 1/10. ചെയ്യാൻ എങ്ങനെയാ നോക്കണം. ഇതിനെ ഇങ്ങ് കൊണ്ടേ ഗുണിക്കുക, 10 അധികം ഇതിനെ ഇങ്ങ് കൊണ്ടേ ഗുണിക്കുക, 5 ഡിവൈഡ് ബൈ ഇത് രണ്ടും കൂടെ ഗുണിക്കുക, 50. അപ്പൊ എത്ര കിട്ടും? 15/9. അത് 1/R ആണല്ലേ? ശരിയല്ലേ? ഈ വശം എന്നായിരുന്നു? 1/R. അപ്പം 6 ആക്കാൻ എന്നാ ചെയ്യണം? ഈ കിട്ടിയ ഉത്തരത്തിന്റെ റെസിപ്രോക്കൽ എടുക്കണം. 50/15. 15 3 45. റിമൈൻഡർ 5. 3.333 സംതിങ് കിട്ടുമായിരിക്കും. അപ്പൊ നോക്കി, ഒരേ 2 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കൊടുത്തപ്പോ എത്ര ഉത്തരം കിട്ടി? സീരീസ് ആയിട്ട് കൊടുത്തപ്പോ എത്ര കിട്ടി? 15 ഓം കിട്ടി. പാരലായപ്പോ എത്ര കിട്ടി? 3 സംതിങ്. ഇതിൽ ഏതാ കൂടുതൽ? 15 കൂടുതൽ. അപ്പൊ നെറ്റ് റെസിസ്റ്റൻസ് നമുക്ക് 2 റെസിസ്റ്റൻസ് ഉണ്ട്. കൂടുതൽ റെസിസ്റ്റൻസ് ആക്കണ ചെയ്യണം, അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് ഇതിനേക്കാളും കൂടി. സോ ദ നെറ്റ് റെസിസ്റ്റൻസ് ഇൻക്രീസ്ഡ്. ഇവിടെയോ? ഇവിടെ എന്നാ പറ്റി? നെറ്റ് റെസിസ്റ്റൻസ് ഡിക്രീസ്ഡ്. ഇത് വളരെ എളുപ്പമാണ് ഈ പാഠങ്ങളൊക്കെ പഠിക്കാൻ. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ നമ്മൾ അത് ചുമ്മാ കൂട്ടിയെടുക്കുക. റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 അങ്ങനെ ആക്കുക. ഓക്കെ, പിന്നെ എഴുതണ്ടേ? വെയിറ്റ് ചെയ്ത് എഴുതാൻ പറയാം ഞാൻ. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഇത് കോളം വരച്ചിടണം. ഇതിന്റെ ഇക്വേഷൻ ഇതാണ്. സോ ഇത് സീരീസ്, ഇത് പാരലൽ. എഴുതിക്കോ. എഴുതി കഴിയുമ്പം പറയണം കേട്ടോ.
7 3 10 നേരെ കൂട്ടിയാൽ മതി. ഇവിടെ 1/r is equal to 1/7 plus 1/3. That is equal to 3 ഇങ്ങ് വരും plus 7 divided by 21. That is equal to അത് 1/r. അപ്പൊ r എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എടുക്കണം. 21 divided by 10 that is equal to 2.1. വെരി ഗുഡ്. അടുത്ത ചോദ്യം തരാം. ക്വസ്റ്റ്യൻ നമ്പർ 1. 3 എണ്ണം ഉണ്ട്. 3 എണ്ണം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. കൂട്ടിയെടുത്താൽ മതി. 3ഉം കൂട്ടിയെടുത്താൽ മതി. ഇവിടെ ഒരു വ്യത്യാസം, 2 എണ്ണം സീരീസും പിന്നെ ഇത്രയും വലുത് നിങ്ങൾക്ക് ചോദിക്കാറില്ല. വേണ്ട കടന്നോട്ടെ. 2 എണ്ണം പാരൽ. ഒരു വലുത് ചെയ്ത് പഠിച്ചാൽ പിന്നെ ചെറുതെല്ലാം എളുപ്പമാവും. എല്ലാം 5 ഓം 5 ഓം 5 ഓം 5 ഓം 5 ഓം 5 ഓം. ഇതെങ്ങനെ ചെയ്യും? ഇത് 5 ഓം ഇത് 5 ഓം. ഒന്നാമത്തെ എങ്ങനെ ചെയ്യും പറഞ്ഞേ? മുമ്പത്തെ പോലെ തന്നെ എത്ര റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും R equal to R1 plus R2 plus R3. എത്രയാകും? 5 plus 5 plus 5 that is equal to 15 ഓം. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഇവിടെ പക്ഷേ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ഈ വരച്ചത് രണ്ടും എങ്ങനെയായിരിക്കണേ? സീരിയസ് അല്ലേ? ഇത് രണ്ടും എങ്ങനെയായിരിക്കണേ? അപ്പൊ ഒരു സർക്യൂട്ടിൽ തന്നെ ഇവരെ ആദ്യം ചെയ്തെടുക്കണം. ഈ സീരിയസ് ഉള്ളവരെ 5 plus 5 R equal to R1 that is equal to 10 ഓം. പാരലാകുമ്പോ എങ്ങനെയാവും? 1/r equal to 1/5 plus 1/5 that is equal to 5 5 10/25. അത് 1/r ആണ്. therefore R is equal to 25/10 that is equal to 2.5. ശരിയല്ലേ? ഇപ്പൊ എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചാല്, ഇത്രത്തിനും പകരം ഇവിടെ 10 ഓം എന്നും പിന്നെ അത് ഇങ്ങ് വന്ന് കണക്ട് ചെയ്യുന്നത് ഈ 2 എണ്ണത്തിന് പകരം 2.5 ഓം എന്നും. അപ്പൊ അത് രണ്ടും തമ്മിൽ സീരിയസ് ആവും. ഈ കിട്ടിയ ഉത്തരവും ഈ കിട്ടിയ ഉത്തരവും, അതായത് 10 ഓം സീരിയസ് വിത്ത് 2.5. അങ്ങനെയെങ്കിൽ എന്നാ ചെയ്യണം? കൂട്ടിയെടുത്താൽ മതി. സീരീസ് ആണെങ്കിൽ അല്ലേ? R equal to R1 plus R2. അപ്പൊ ആദ്യം കിട്ടിയ ഉത്തരം 10 അധികം 2.5 that is equal to 12.5 ഓം എന്ന് മൊത്തം ഉത്തരം കിട്ടും. ശരി, വലിയ ചോദ്യമാണ്. അത്രയും വലുത് നിങ്ങൾക്ക് ചോദിക്കാറില്ല. എന്നാലും കാര്യം മനസ്സിലായോ? സീരീസും പാരലും വന്ന എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. സീരിയസ് ആയവരെ സീരിയസ് ആക്കി ചെയ്യുക, പാരലായവരെ പാരലാക്കി ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടെയും സീരിയസ് ആയിട്ട് ഒരുമിച്ച് ക്ലബ് ചെയ്തെഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടോ? തോന്നണം. രണ്ടും കൂടെ ചെയ്തിട്ട് എഴുതി നോക്കൂ. സംശയം ഉണ്ടോ ചോദിച്ചാൽ മതി. നോക്കി മനസ്സിലാക്കുകയോ ചെയ്യാവുള്ളൂ. എഴുതുന്നത് തന്നെ എഴുതണം. പേജ് 13ന്റെ അവസാനം കണ്ടോ? 3 വാട്ടുള്ള 2 ബൾബുകള് 6 വോൾട്ടേജിന്റെ ഒരു ബാറ്ററിയിലോട്ടും ഒരു സ്വിച്ചിലോട്ടും കൊടുത്തേക്കുന്ന ഒരു പടം കണ്ടോ? കാണാവോ? നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ എല്ലാവരും കയ്യില്? ഇങ്ങനെ ഒരു ബൾബ് വെച്ചേക്കുന്നു കണ്ടോ? എന്നിട്ട് ഇവിടുന്ന് ഇങ്ങ് വന്നേച്ച് ഇങ്ങനെ ഒരു ബൾബ് വെച്ചേക്കുന്നു. ഇത് ബൾബാ കേട്ടോ, 3 വാട്ട്. അവിടെ താഴെ B1 എന്ന് എഴുതിയിട്ടുമുണ്ട്. പരീക്ഷയ്ക്ക് ഈ സിമ്പിളൊക്കെ നോക്കണേ. തന്നു കഴിഞ്ഞത് എന്നാന്നൊക്കെ അറിയണം. ഇതും 3 വാട്ട് B2. അപ്പൊ ഇവിടെ നിന്ന് വന്ന് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തു. ഇവിടെ ഒരു ബാറ്ററി 6 വോൾട്ടിന്റെ വോൾട്ട് കേട്ടോ. ഇത് വാട്ട്. ഇതെന്ന് പറയുന്നത് WATT. ഇതെന്ന് പറയുന്നത് VOLT. ഇനി ഞാൻ ചോദിക്കട്ടെ, രണ്ടാമത് അപ്പുറത്തെ പേജ് കണ്ടോ?
രണ്ടെണ്ണം സീരിയസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. സെയിം ബൾബുകൾ രണ്ടെണ്ണം സീരിയസ് ആയിട്ട് കൊടുത്തു. ഇതുപോലെ തന്നെ ഒരു സ്വിച്ച് കൊടുത്തു. ഇവിടെ ഒരു 6 വോൾട്ടിന്റെ ഒരു ബാറ്ററിയും കൊടുത്തു. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് ചോദ്യം, ഏതിലായിരിക്കും ബൾബ് കൂടുതൽ ഇന്റൻസിറ്റിയിൽ തെളിയുന്നത്? ഏതിലായിരിക്കും ബൾബ് കൂടുതൽ ഇന്റൻസിറ്റിയിൽ തെളിയുന്നത്? പറഞ്ഞ ആരേലും? സർക്യൂട്ട് എയിൽ. സർക്യൂട്ട് എയിൽ. വെരി ഗുഡ്. സർക്യൂട്ട് എയിൽ എന്ന് പറയാൻ കാരണം എന്നാ? സർക്യൂട്ട് എയില് ബൾബുകൾ പാരലൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? പാരലൽ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മുമ്പ് റെസിസ്റ്റൻസിന്റെ കാര്യം പറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയുമല്ലായിരുന്നു. 1/R = 1/R1 + 1/R2 എന്നാവും. അപ്പം റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് ഫ്ലോയോ? കറണ്ട് അല്ലെങ്കിൽ ഇന്റൻസിറ്റി കൂടും. കൂടുതൽ പ്രകാശത്തിൽ തെളിയുന്നത് പാരലലായിട്ട് കൊടുക്കുമ്പോഴാണ്. കാരണം ഇതാണ്, പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പം ഇൻ പാരലൽ കണക്ഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. അപ്പൊ തിരിച്ച് സീരിയസ് ആണെങ്കിലോ റെസിസ്റ്റൻസ് കൂടും. R1 + R2 കൂട്ടിയെടുക്കുമല്ലേ. സോ ഇൻ സീരിയസ് കണക്ഷൻ effective resistance increases. ആ പോയിന്റ് മനസ്സിലായോ ബിയോണെ? 2 പോയിന്റും കിട്ടിയോ? മനസ്സിലായി സാർ. ഓക്കെ. അപ്പം പാരലൽ ആണെങ്കിൽ നമ്മൾ 1/R ആണ്. അപ്പൊ 1/എന്ന് എടുക്കുമ്പോൾ 2 ആണെങ്കിൽ 1/2 എടുക്കുമ്പോൾ ചെറുതായി. പോലെ 10 ആണെങ്കിൽ 1/10 എടുക്കുമ്പോൾ 0.1 ആയി, അത്രയും കുറഞ്ഞു. അപ്പം പാരലൽ ആക്കി എടുക്കുമ്പം എഫക്റ്റീവ് കുറയും. സീരീസ് ആകുമ്പം എഫക്റ്റീവ്നെസ് കൂടും. ഓക്കെ. ഇനി ഈ പാരലലായി ഒഴുകുമ്പം ഇൻ പാരലൽ കണക്ഷൻ വോൾട്ടേജ് സെയിം ആയിരിക്കും. മനസ്സിലായി? ഇപ്പൊ 2 റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്. ഇതിനകത്തോടെ 2 റെസിസ്റ്റൻസിലൂടെയും ഒഴുകുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. പാരലൽ കണക്ഷനിൽ എന്തായിരിക്കും സെയിം? വോൾട്ടേജ് സെയിം ആയിരിക്കും. പക്ഷേ ഇൻ പാരലൽ കണക്ഷൻ current is different. Current is different. ഇനി സീരിയസ് ആണെങ്കിലോ നേരെ തിരിച്ചെടുക്കണം. സീരിയസ് ആണെങ്കിൽ ആര് സെയിം ആകും? 2 റെസിസ്റ്റൻസ് എടുത്ത് ഇങ്ങനെ സീരിയസ് ആയിട്ട് കൊടുത്തിരിക്കുവാണ്. പാരലൽ ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആണെന്ന് പറഞ്ഞത്. അപ്പൊ സീരീസ് ആകുമ്പോഴോ കറണ്ട് സെയിം ആവും, വോൾട്ടേജ് ഡിഫർ ആകും. പേജ് നമ്പർ 15 ഒരു കോളം കണ്ടോ? ടിക്കിടാൻ പറഞ്ഞുകൊണ്ടൊരു കോളം. അതിനകത്ത് കണ്ടോ? അത് 2.2 ഒരെണ്ണം അല്ലേ? ഒരെണ്ണം 1 ഓം, ഒരെണ്ണം 2.2 ഓം അല്ലേ? അത് രണ്ടും കൂടെയും കൂട്ടിയ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഏതിലാണ്? ആദ്യത്തേതിലാണോ കൂടുന്നത്, രണ്ടാമത്തേതിലാണോ കൂടുന്നത്? ആദ്യത്തെ സീരീസ് ആണ്, രണ്ടാമത്തെ പാരലലാണ്.
പറഞ്ഞേ 2.21 ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിയ റെസിസ്റ്റൻസ് സീരീസ് ആകുമ്പോൾ കൂടുകയോ കുറയോ? പടം നോക്ക്. ആദ്യത്തേതിൽ സീരീസും രണ്ടാമത്തെ കോളത്തിൽ പാരലും അല്ലേ കിടക്കണേ? ഏതിലാ കൂടുതൽ കിട്ടണേ? സീരീസില്. ഒന്നാമത്തേന്റെ നേരെയുള്ള കോളത്തിൽ ഇൻക്രീസസിന് ശരിയിടുക, രണ്ടാമത്തെ കോളത്തില് ഡിക്രീസസിന് ശരിയിടുക. ഇനി അടുത്തത് സീരീസ് ആകുമ്പം വോൾട്ടേജ് സെയിം ഏതിനകത്താ വന്നെ? ഞാനിപ്പോ പറഞ്ഞായിരുന്നു വോൾട്ടേജ് സെയിം ഏതിലാ? പാരലൽ. അപ്പം രണ്ടാമത് പാരലലിന്റെ കോളത്തിന്റെ അവിടെ സെയിം എന്നും സീരീസിന്റെ ഫസ്റ്റ് കോളത്തിൽ ഡിഫറൻറ്റ് എന്ന് വിടണം. ഇനി കറണ്ട് എവിടെയാ വരുന്നത്? സീരീസില് ആദ്യത്തെ കോളത്തിൽ സെയിമും രണ്ടാമത്തെ കോളത്തിൽ ഡിഫറൻറ്റ്. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. റെസിസ്റ്റൻസ് പാരലലായിട്ട് ഘടിപ്പിച്ചാൽ കുറയും, സീരീസ് ആയിട്ട് ഘടിപ്പിച്ചാൽ കൂടും. പാരലലായിട്ട് അളന്നാൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, സീരീസ് ആയിട്ട് അളന്നാൽ വോൾട്ടേജ് വ്യത്യാസമായിരിക്കും. ഇനി തിരിച്ച് സീരീസ് ആയിട്ട് അളന്നാൽ കറണ്ട് സെയിം ആയിരിക്കും, പാരലലായിട്ട് അളന്നാൽ കറണ്ട് വ്യത്യാസമായിരിക്കും. ക്ലിയർ അല്ലേ? നന്നായിട്ട് മനസ്സിലായോ? അത് മീൻസ് ഇവിടെ ഇപ്പോൾ വരുന്ന കറണ്ടിനകത്ത് ഒരു ബൾബ് റിമൂവ് ചെയ്താൽ ആ ബൾബ് തെളിയല, കറണ്ട് ഇതിലേ വന്നേച്ച് ഇങ്ങോ പോരിയല, പിന്നെ ഇവിടെ കൊണ്ട് നിന്ന് പോകും. പക്ഷെ ആ സമയത്ത് ഇതിലേ വന്ന കറണ്ട് ഇതിലേ ഒഴുകി ഈ ബൾബ് തെളിയും. മനസ്സിലായോ? അപ്പൊ പാരലലായി കഴിയുമ്പം ഇത് ഓൺ ആയി കഴിഞ്ഞാൽ, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ബൾബ് തെളിയും. പക്ഷെ ഇത് ഓൺ ആണ്, കറണ്ട് ഇതിലേ വന്ന് ഇത് രണ്ടും തെളിഞ്ഞു കിടക്കുവാണ്. ഇത് ഊരിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കറണ്ട് പിന്നെ പോവോ? സർക്യൂട്ട് ബ്രേക്ക് ഇങ്ങോട്ട് പോവോ? ഇല്ല. അപ്പം ഓരോ ഉപകരണങ്ങളെയും പാരലലായിട്ട് ഘടിപ്പിക്കുവാണെങ്കിൽ സെപ്പറേറ്റ് സ്വിച്ചുകൾ കൊടുത്തുകൊണ്ട് കൺട്രോൾ ചെയ്യാം. അപ്പൊ വീട്ടിൽ ഏതായിരിക്കും കണക്ഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്? പല പല സ്വിച്ച് ഓരോന്നിനും കൊടുക്കുമ്പം വീട്ടിലെ ഹൗസ് ഹോൾഡ് പർപ്പസ് എന്നാണ് ചോദിക്കുന്നത്. ഹൗസ് ഹോൾഡ് പർപ്പസിന് നമ്മൾ സീരീസ് ആണോ പാരലലാണോ ഉപയോഗിക്കുന്നത്? ദിസ് വൺ, പാരലലാണ് ഉപയോഗിക്കുന്നത്. പറഞ്ഞേ ബിയോണേ. Sir, in പറഞ്ഞൊന്ന് പറഞ്ഞു. household purposes we are using parallel circuits. വെരി ഗുഡ്.